ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കിനെ പറ്റിയാണ്. ഇവിടെ എന്താണ് വെക്ടേഴ്സ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അറിയേണ്ടത് എന്താണ് വെക്ടേഴ്സ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. വെക്ടേഴ്സ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് എ ഡയറക്ഷൻ ആസ് വെൽ ആസ് മാഗ്നിറ്റ്യൂഡ്. അവർക്ക് ഒരു ഡയറക്ഷനും, അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ളതായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്തായിട്ട് പറയും? കളക്റ്റീവായിട്ട് വെക്ടേഴ്സ് എന്ന് പറയും. എന്നാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് വിളിക്കും? സ്കേലാസ് എന്ന് വിളിക്കും. അവിടെ ഡിറക്ഷന് വലിയ പ്രാധാന്യമില്ല, വലുതല്ല, പ്രാധാന്യമേ ഇല്ല. അവിടെ മറിച്ച് എന്തിനാണ് പ്രാധാന്യമുള്ളത്? മാഗ്നിറ്റ്യൂഡിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഒരു മനുഷ്യൻ വേണ്ടേ, ഇവിടെ ശ്യാം എന്ന് പറയുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഗോപിക എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ കുട്ടിക്ക് നടക്കണം, നേരെ നടക്കണം. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അവൻ്റെ ഡയറക്ഷൻ ഓർ അവളുടെ ഡയറക്ഷൻ നമുക്ക് വേണ്ടേ ഇങ്ങനെ പറയാൻ പറ്റും, അല്ലേ? അതായത് നമുക്ക് മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗോപിക ഇതിലെ കൂടെയാണ് നടക്കുന്നത്. എങ്ങോട്ടാണ് നടക്കുന്നത്? പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് നടക്കുന്നത്, അല്ലേ? അതേ മറിച്ച് ഗോപിക തിരിച്ച് നടക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അവിടെ ഏത് ഡയറക്ഷനാണ് കൊടുക്കേണ്ടത്? മൈനസ് എക്സ് ആക്സിസ്, സോറി, ദിസ് ഇസ് മൈനസ് എക്സ് ആക്സിസിലോട്ടാണ് ഗോപിക നടക്കുന്നത്. അപ്പം ഇവിടെ ഇതാണ് ആക്സിസിൻ്റെയും അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മറിച്ച് ഇപ്പം ഞാനൊരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യ ISRO റോക്കറ്റ് വിടുന്നു. അപ്പം അവിടുത്തെ കേസിൽ മുകളിലോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ കോഹ്ലി ഫീൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ചുമ്മാ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഫസ്റ്റ് ഒരു വാമപ്പ് ആയിട്ട് നമ്മൾ വെറുതെ മേളിലോട്ട് വലിച്ചെറിയത്തില്ലേ പന്ത്? അപ്പം നമുക്ക് എന്താണ് പറയാൻ കഴിയുന്നത്? അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പന്തിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അത് മേളിലോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് ഇവ എന്തായിരിക്കും? പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. ഓക്കെ, ഇപ്പം ഇത് വൈ ആക്സിസിലോട്ടാണ് ഞാൻ ഈ പന്തിനെ എറിയുന്നത്. അല്ലെങ്കിൽ ഇപ്പം നല്ല മാമ്പഴം കാലാണ്, അല്ലേ? അപ്പം നമ്മൾ മാവിൻ്റെയൊക്കെ മൂട്ടിൽ ചെന്നിട്ട് എറിയും, കല്ലെടുത്തെറിയും. അപ്പം മേളിലോട്ടാണ് എറിയുന്നത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് ചോദിക്കാവുന്നത്, മുകളിലോട്ടല്ല എറിയുന്നത്, അത് ഇച്ചിരി ഒരു പൊസിഷൻ വെച്ചിട്ടാണ് എറിയുന്നത്. പക്ഷെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് പ്രൊജക്ടൈൽ എന്ന് പറയുന്ന ചാപ്റ്ററിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് തൽക്കാലം അതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ പറയാം, നമ്മൾ മുകളിലോട്ട് എറിയുന്നു എന്ന് കൺസിഡർ ചെയ്യുക. അപ്പം പോസിറ്റീവ് വൈ ആക്സിസിലോട്ടാണ് കൺസിഡർ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എറിയുന്നത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പം നെഗറ്റീവ് വൈ ആക്സിസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ഇപ്പം നല്ല ചൂട് കാലം. അപ്പം നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കറണ്ട് പോയി. അപ്പം കറണ്ട് പോയി, വെള്ളമില്ല, ആകപ്പാട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കിണറ്റിൽ നിന്ന് വെള്ളം കോരുക. അപ്പം നിങ്ങളുടെ വീട്ടിലെ കിണർ താണ്ടേ, ഓക്കെ? അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു തൊട്ടിയും തന്നു, അവിടെ ഒരു കപ്പിയുണ്ട്, ഈ കപ്പിയിൽ നിന്ന് വെള്ളം കയറും കെട്ടി താണ്ടേ നിങ്ങൾ വെള്ളം കോരുവാണല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇതിനെ ഞാൻ ആക്സിസ്, ഗ്രൗണ്ടിനെ ഞാൻ ആക്സിസ് അല്ല ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കപ്പി താഴോട്ട് പോകും, അല്ലേ? താഴോട്ട് പോകും. അപ്പോൾ ഈ ബക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്ക്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് അത് ഏത് ആക്സിസിലോട്ടാണ് പോകുന്നത്? നെഗറ്റീവ് വൈ ആക്സിസ്. സ്പെഷ്യലി നോട്ട് ദാറ്റ് ഒറിജിൻ ഈസ് യുവർ പ്രയോറിറ്റി. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒറിജിൻ എടുക്കാം. അവിടെ നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണത്, അല്ലേ? അപ്പോൾ അവിടുത്തെ കേസിൽ നമ്മൾ ഈ പറയുന്ന ബക്കറ്റ് അല്ലെങ്കിൽ കപ്പി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പി എന്നാണ് പറയുന്നത്. അപ്പം കപ്പി താഴോട്ട് പോകുമ്പം എന്ത് പറയാൻ പറ്റും? അതിനെ നെഗറ്റീവ് വൈ ആക്സിസ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് ഏത് ഡയമെൻഷൻ കേസസ് ആണ്? വൺ ഡയമെൻഷണൽ കേസാണ്. ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് വൈ ആക്സിസ് അല്ല എക്സ് ആക്സിസ്, ഇത് മാത്രമാണ് നമ്മുടെ കൺസിഡർ, നമുക്ക് അറിയേണ്ട കാര്യം. അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മറിച്ച് ഇനി ഒരു വലിയ വിഷയം വരുന്നുണ്ട്. ഇവിടുത്തെ കേസിലാണ് നമ്മുടെ ടോപ്പിക്കിന് ആവശ്യകത വരുന്നത്, ടോപ്പിക്കിൻ്റെ ആവശ്യകത വരുന്നത്. അവിടെയാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് വരുന്നത്. എവിടെയാണ്? നമ്മൾ 2D കേസസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്നൊരു കേസിനെ പറ്റി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം, നോക്കിയേക്കാം എന്താണ് ഈ 2D കേസ്. വൺസ് വി കൺസിഡർ എ പ്ലെയിൻ, അല്ലെങ്കിൽ ഒരു പൊസിഷനെ നമുക്ക് രണ്ട് ആക്സിസ് ഉപയോഗിച്ച് അതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയൂ എന്ന് വരികിൽ അതിനെ നമ്മൾ എന്ത് പറയും? 2D കേസസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു പ്ലെയിൻ പേപ്പർ ഉണ്ടെന്ന് കരുതുക, ഓക്കെ? ഈ പ്ലെയിൻ പേപ്പറിലൂടെ ഒരു ആൻഡ് നടന്നു പോവാണ്. ഒരു ഉറുമ്പ് അവൻ നടന്നു പോവാ. അപ്പം ഇവൻ ഒരു പൊസിഷനിലെത്തി. അപ്പം ഇവൻ്റെ ഈ പൊസിഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പം ഞാൻ പറയുകയാണ്, ഇതാണ് എൻ്റെ ആക്സിസ്, ഓക്കെ?
ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒറിജിനെ ഡിഫൈൻ ചെയ്യും, ഒറിജിനെ കൺസിഡർ ചെയ്യാണ്. ഇവനെ നമ്മൾ ദിസ് ആക്സിസ് എക്സസ്, ഇത് നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസ് കൊടുത്തു, ഇത് പോസിറ്റീവ് ഇതിനെങ്കിൽ നമ്മൾ വൈ ആക്സിസ് കൊടുത്തു, ഇതിനെ പോസിറ്റീവ് എക്സ് ആക്സിസ് കൊടുത്തു. ഈ സൈഡിൽ നെഗറ്റീവ് വൈ ആണ്, ഇവിടെ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്, അതായത് ഇതിനെ നമ്മൾ ഒറിജിൻ കൊടുത്തു. അപ്പം ഇവിടുത്തെ ഇവന്റെ പൊസിഷൻ വെക്ടറിനെ കൺസിഡർ ചെയ്യുന്നതാണ്, നോക്കിയേ ഇങ്ങനെയാണ്, ഇതാണ് അവന്റെ പൊസിഷൻ. ഈ പൊസിഷനെ നമ്മൾ പി എന്ന് വിളിച്ചു. ഓക്കെ, ഈ പി എന്ന് പറയുന്ന പൊസിഷൻ, ഒറിജിനിൽ നിന്നും പി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് ഉള്ള വെക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്ത്, ഈ വെക്ടറിനെ നമ്മൾ എ എന്ന് കൺസിഡർ ചെയ്യുകയാണെന്ന് വരികിൽ ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ഇവനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനിലായി ഡിഫൈൻ ചെയ്യാൻ കഴിയും? ഇവിടെയാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് പറയുന്നതിന്റെ പ്രസക്തി. ഈ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ മീൻസ് ഡിഫൈനിങ് എ വെക്ടർ ഇൻ ടേംസ് ഓഫ് എക്സ് ആക്സിസ് ആസ് വെൽ ആസ് വൈ ആക്സിസ്. എക്സ് ആക്സിസും വൈ ആക്സിസിന്റെയും ടേംസിൽ ഒരു വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നു. ഏത് കണ്ടീഷനിൽ, 2D കണ്ടീഷനിലോ 3D കണ്ടീഷനിലോ ഡിഫൈൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് പറയും. അതായത് ഇവനെ നമുക്ക്, ഇവന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? ഫസ്റ്റ് ഈ വെക്ടർ എങ്ങനെയാണ് പോയത്? മുകളിലോട്ട് പോയി, അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ ചരിഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് വന്നു അല്ലേ? ഈ വെക്ടർ തന്നെയാണ് ഞാൻ ഇവിടെയും വരച്ചേക്കുന്നത്. അപ്പം ഇവന്റെ മുകളിലോട്ടൊരു റെസൊല്യൂഷൻ വരും, അതേമാതിരി റൈറ്റ് സൈഡിലോട്ട് ഒരു റെസൊല്യൂഷൻ വരും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ ഒരു വലിയൊരു കാര്യം ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഇത് നമ്മൾ തീറ്റയായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു ആംഗിൾ, അതായത് എക്സ് ആക്സിസിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻ നടന്നിട്ടാണ് ആ വെക്ടർ പോയേക്കുന്നത് എന്ന് കൺസിഡർ ചെയ്യുന്ന ആ ഒരു ആംഗിളിനെ ഞാൻ തീറ്റയായിട്ട് കൺസിഡർ ചെയ്യുന്നു. നിങ്ങൾക്ക് വൈ ആക്സിസും എടുക്കാം. ഇത് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഷുഡ് ഓൾവേസ് ടേക്ക് എക്സ് ആക്സിസ്, നിങ്ങൾക്ക് വൈ ആക്സിസും എടുക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മുടെ ഈ റെസൊല്യൂഷനെ നമ്മൾ എങ്ങനെ എടുത്തു? കണ്ടേ, ഇങ്ങനെയല്ലേ വരുന്നത്, ഒന്ന് മുകളിലോട്ടും ഒന്ന് റൈറ്റ് സൈഡിലോട്ട്. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ഇവിടെ എന്തായിട്ടായിരിക്കും വരുന്നത്? തീറ്റയായിട്ടായിരിക്കും വരുന്നത്. ഏത് റെസൊല്യൂഷൻ കമ്പോണന്റ് ആണോ തീറ്റയായിട്ട് വരുന്നത്, ആ കമ്പോണന്റ് ആണ് നിങ്ങളുടെ കോസ് കമ്പോണന്റ്. മറിച്ച് മറ്റേത് എന്തായിട്ട് മാറും? നിങ്ങളുടെ സൈൻ കമ്പോണന്റ് ആയിട്ട് മാറും. അതായത് ഇവിടെ തീറ്റയാണെങ്കിൽ ഇത് ബി, ഇത് എ വെക്ടർ ആണെങ്കിൽ ഇത് എ കോസ് തീറ്റയായി മാറും. ഇവിടെ എന്തായിട്ട് മാറും? എ സൈൻ തീറ്റയായിട്ട് മാറും. ഇതാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. അങ്ങനെ ഈ വെക്ടറിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ഈസ് ഈക്വൽ ടു, ഓർ വെക്ടർ എ ഈസ് ഈക്വൽ ടു, മോർ പ്രിസൈസ്ലി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ സൈൻ തീറ്റ പ്ലസ് എ കോസ് തീറ്റ. ഇവിടെ നമ്മൾ ഡയറക്ഷനെ സൂചിപ്പിച്ചിട്ടില്ല, ഡയറക്ഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, എന്ന് നമുക്ക് ഡയറക്ഷനും കൂടെ ആഡ് ചെയ്യാം. വൈ? ബിക്കോസ് ദിസ് ഈസ് എ വെക്ടർ. അപ്പം എ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്? പ്ലസ് വൈ ഡയറക്ഷൻ. അവയെ സൂചിപ്പിക്കുന്ന ക്യാപ്പ് ഏതാണ്? അല്ലെങ്കിൽ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സിനെ എന്താണ് നമ്മൾ പറയുന്നത്? ജെ ക്യാപ്പ് അല്ലേ? അപ്പം ഇത് ജെ ക്യാപ്പിലോട്ട് പോകും. ഇനി എ കോസ് കമ്പോണന്റ്, എ കോസ് തീറ്റ കമ്പോണന്റ് എന്തായിട്ട് മാറും? ഏത് ഡയറക്ഷനാണ്? ഈ ഡയറക്ഷനാണ്. അവയുടെ ഡയറക്ഷൻ ഏതാണ്? പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ ക്യാപ്പ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓരോ സെഗ്മെന്റ് അല്ലെങ്കിൽ ഓരോ ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമുക്കൊന്ന് ഇതിനെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ കൊണ്ടുവരുത്താൻ പറ്റും. ഓക്കെ, ജസ്റ്റ് കൺസിഡർ എ ക്വാഡ്രന്റ് സിസ്റ്റം. നമുക്കൊരു ക്വാഡ്രന്റ് സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യാം. ഇനി വേണ്ട, ഞാൻ ഒരു ക്വാഡ്രന്റ് സിസ്റ്റത്തിനെ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ആരോ മാർക്ക് ഇടാൻ മറന്നുപോകല്, കാരണം ക്വാഡ്രന്റ് സിസ്റ്റമാണ്. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്, ഇത് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. അപ്പം നമ്മുടെ കയ്യിൽ ക്വാഡ്രന്റ് സിസ്റ്റം ഉണ്ട്. ഇനി ഞാനൊരു വെക്ടറിനെ കൺസിഡർ ചെയ്യാം. ഒരു വെക്ടറിനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്ന? ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലൈനും ഒരു ആരോ മാർക്കും അല്ലേ? എന്നിട്ട് ഞാൻ ഇതിനെ എ വെക്ടർ എന്ന് പേര് കൊടുക്കുകയാണ്. എ വെക്ടർ. വെക്ടറിനെ നമുക്കൊരു ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം, ഏതെങ്കിലും ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാം. ഇറ്റ്സ് നോട്ട് നെസസറി യു ഷുഡ് ടേക്ക് ഓൾവേസ് എ ടു സെഡ് വരെയുള്ള ഏത് വെക്ടറിനെയും വെച്ച് നമുക്ക് റെപ്രസെന്റ്, ഏത് ലെറ്ററിനെ വെച്ച് നമുക്ക് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം. ദാണ്ടെ ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു സിമ്പിൾ ആരോ മാർക്ക് സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ അവയൊരു വെക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് ഇവന്റെ ഡയറക്ഷനെ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യും. ഇവന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? ഈ ഒരു വെക്ടറിനെ, എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അവന്റെ മൂവ്മെന്റ് മുകളിലോട്ട്, അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലോട്ട് അല്ലേ? ഇതാണ് എ വെക്ടർ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അപ്പുറത്തോട്ടായിട്ട് മാറ്റി വരച്ചത്. ഇനി
ഇവനെ ഞാൻ ഇത് തീറ്റ ആംഗിൾ ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഇവന്റെ റെസൊല്യൂഷൻ എങ്ങനെ വരും? ഒന്ന് മുകളിലോട്ട് വരും, ബിക്കോസ് അത് മൂവ് ചെയ്യുന്ന മുകളിലോട്ടും റൈറ്റ് സൈഡിലോട്ടും അല്ലേ? അപ്പം റൈറ്റ് സൈഡിലായിട്ടും ഇങ്ങനെ വരും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇവിടെ ഇവനെ രണ്ടായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. ഓക്കെ, ഇത് തീറ്റ ആണെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? ഇത് തീറ്റ. അപ്പം ഈ കമ്പോണന്റ് എന്തായിട്ട് മാറും? ഇവിടെ എ കോസ് തീറ്റ കമ്പോണന്റ് ആയിട്ട് മാറും. ഇവിടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പം ഇവിടെ എന്തായിട്ട് മാറും? ഐ ക്യാപ് അല്ലേ? ഇവിടെ എന്തായിട്ട് ഈ ഒരു ആംഗിൾ, ഈ ഒരു കമ്പോണന്റ് എന്തായിട്ട് മാറും? എ സൈൻ തീറ്റ. അവന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? പോസിറ്റീവ് വൈ ആക്സിസ്. അപ്പൊ എന്തായിരിക്കും? ജെ ക്യാപ് അല്ലേ? ഓക്കെ, അപ്പം എനിക്കിവിടെ ക്ലിയർ ആയിട്ട് എഴുതാൻ കഴിയും എ വെക്റ്റർ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് എ സൈൻ തീറ്റ ജെ ക്യാപ്. ഓക്കെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, അതിന്റെ ഡയറക്ഷനും കൂടെ സൂചിപ്പിച്ച് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എ എന്ന് പറയുന്ന വെക്ടറിനെ അതിന്റെ കോസ് തീറ്റ കമ്പോണന്റും സൈൻ തീറ്റ കമ്പോണന്റ് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് നമുക്ക് അത്യാവശ്യമാണ്. എവിടെയാണ്? നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിത് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നെക്സ്റ്റ്, ഇങ്ങനൊരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനൊരു വെക്ടറിനെ കൺസിഡർ ചെയ്തു. ഈ വെക്ടറിന്റെ പേര് ഞാൻ ബി എന്ന് കൊടുത്തു, ബി വെക്ടർ. അപ്പം ബി വെക്ടറിനെ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാൻ കഴിയും? ഈ വെക്ടറിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? ഫസ്റ്റ് നമുക്ക് അറിയാൻ കഴിയും ഈ വെക്ടർ മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ ലെഫ്റ്റിലോട്ട് മൂവ് ആവും. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേതാണ്ട് ബി വെക്ടർ താണ്ട് നമുക്ക് ലഭിച്ചു അല്ലേ? ഇവന്റെ റെസൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ഒന്ന് മുകളിലോട്ട്, പിന്നെ ഒന്ന് ലെഫ്റ്റിലോട്ട് അല്ലേ? ലെഫ്റ്റിലോട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതാണ്ട് സിമ്പിളായിട്ട് ഇവിടെയും കൂടെ കാണിക്കാം. ഒന്ന് മുകളിലോട്ടുള്ള കമ്പോണന്റ് വന്നു, ദെൻ ലെഫ്റ്റിലോട്ടുള്ള കമ്പോണന്റും വന്നു അല്ലേ? അപ്പം നമുക്ക് തീറ്റ ഏതാണെങ്കിലും എടുക്കാൻ പറ്റും. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ഞാൻ ഇവിടെ ഒരു തീറ്റ ആയിട്ട് എടുത്തു. അങ്ങനെ വരികയാണെങ്കിൽ ഈ തീറ്റ എന്തായിട്ട് മാറും? ഇവിടെ തീറ്റ ആയിരിക്കും. അപ്പം ബി എന്ന് പറയുന്ന ഈ ഒരു കമ്പോണന്റ് എന്തായിട്ട് എഴുതാൻ പറ്റും? ബി കോസ് തീറ്റ. ഇവിടെ ബി സൈൻ തീറ്റ. ഇനി ഡയറക്ഷനും കൂടെ എഴുതുവാണെങ്കിൽ എന്ത് പറ്റും? ബി കോസ് തീറ്റയ്ക്ക് എന്ത് എഴുതാൻ പറ്റും? ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് വൈ ആക്സിസ് അല്ലേ? അപ്പം ജെ ക്യാപ്. ഇവിടെ ബി സൈൻ തീറ്റയ്ക്ക് എന്താണ് ഡയറക്ഷൻ? ലെഫ്റ്റിലോട്ടാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പം മൈനസ് ഐ ക്യാപ് അല്ലേ? അപ്പം ബി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബി വെക്ടറിനെ വെക്ടർ ബി ഈസ് ഈക്വൽ ടു ബി കോസ് തീറ്റ ജെ ക്യാപ് പ്ലസ് ബി സൈൻ തീറ്റ മൈനസ് ഐ ക്യാപ്. ഇനി നമുക്ക് എഴുതാൻ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെയാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടറിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഡിറക്ഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വെക്ടറിന്റെ ഈ ഒരു കമ്പോണന്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ബി സൈൻ തീറ്റ മൈനസ് ഐ ക്യാപ്പ് ആണ്. അതായത് നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ടാണ് ബി സൈൻ തീറ്റ കമ്പോണന്റ് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു വെക്ടറെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്ട് അടുത്തൊരു വെക്ടർ. ഓക്കെ, ആണ്ടെ എൻ്റെ കയ്യിൽ ഒരു വെക്ടർ വന്നു. അവനെ ഞാൻ സി വെക്ടർ എന്ന് പറയുന്നു. ഓക്കെ, ഈ സി വെക്ടറിനെ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇവന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? ഒന്ന് ഡൗണിലോട്ടാണ്, നെക്സ്റ്റ് വൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ ഞാൻ ഇവനെ തീറ്റയായിട്ട് എടുത്തെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുവാണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? ഇത് തീറ്റയായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ കമ്പോണന്റ് എന്തായിരിക്കും? സി കോസ് തീറ്റ കമ്പോണന്റ് ആയിരിക്കും. ഇവൻ എന്തായിട്ട് മാറും? സി സൈൻ തീറ്റ കമ്പോണന്റ്. ഇനി ഡയറക്ഷനെ കൂടെ സൂചിപ്പിക്കും. സി കോസ് തീറ്റ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മൈനസ് വൈ ആക്സിസ് ആണ്. അപ്പം മൈനസ് ജെ ക്യാപ്. ഇവിടെ സി സൈൻ തീറ്റ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മൈനസ് എക്സ് ആക്സിസിലോട്ടാണ്. സോ മൈനസ് ഐ ക്യാപ്. അപ്പം സി കമ്പോണന്റിലെ സി വെക്ടറിനെ വെക്ടർ സി ഇസ് ഈക്വൽ ടു സി സൈൻ തീറ്റ മൈനസ് ഐ ക്യാപ് പ്ലസ് സി കോസ് തീറ്റ മൈനസ് ജെ ക്യാപ്. ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇനി സിമ്പിളായിട്ട് വേറൊരു വെക്ടറിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നതാണ്ടേ. ഇനി ദാണ്ടേ ഇത് വെക്ടർ ഡി ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഇവൻ തീറ്റ ആണെന്നിരിക്കട്ടെ. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? ഒന്ന് ഡൗൺ സൈഡ്, ദെൻ റൈറ്റ് സൈഡ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഇത് തീറ്റയായിട്ട് മാറും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി കോസ് തീറ്റ
ഇവിടെ ഡി സൈൻ തീറ്റ. ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഡി കോസ് തീറ്റ ഡയറക്ഷൻ ഏതാണ്? മൈനസ് വൈ, സോ ഇറ്റ് ഈസ് മൈനസ് ജെ ക്യാപ്. ഇവിടെ ഡി സൈൻ തീറ്റ ഡയറക്ഷൻ എങ്ങോട്ടാണ്? പ്ലസ് ആക്സിസ് എക്സ് ആക്സിസ്, സോ ഐ ക്യാപ് അല്ലേ. അപ്പം ഡി യെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി വെക്റ്റർ ഈസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ ഐ ക്യാപ് പ്ലസ് ഡി കോസ് തീറ്റ മൈനസ് ജെ ക്യാപ്. ഇവിടെ എല്ലാം നമുക്ക് എന്താ കിട്ടി? 4. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെക്ടേഴ്സ് എല്ലാം അവരവരുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ചേർന്ന് റിസോൾവ് ചെയ്ത ഒരു രീതിയിലാണ് നമുക്ക് ഇവരെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. അപ്പം ഇവ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മെയിൻലി നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ കോൺസെപ്റ്റോ നമുക്ക്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മുടെ റിലേറ്റിവിറ്റി ഒക്കെ കണ്ടുപിടിക്കാനോ അത് സോൾവ് ചെയ്യാനാണ് മെയിൻലി നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. ഇത് ത്രൂ ഔട്ട് ദ ഫിസിക്സ്, എവിടെയൊക്കെ നമ്മൾ ഫിസിക്സ് പഠിക്കുന്നു അവിടെ എല്ലാം നമ്മൾ വെക്ടേഴ്സിനെ എവിടെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നു അവിടെ എല്ലാം നമ്മൾ ഈ ഒരു കണ്ടീഷൻ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കും. So I hope that you got the points. So we'll wind up today's class, small class. In detail ആയിട്ട് നമ്മൾ ഇനിയും നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിപ്പിക്കും, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. So till we meet again, it's goodbye and have a nice day.